6:15 ഞാനിപ്പോൾ എണ്ണീറ്റ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അണ്ണാണിക്കുന്ന പരീക്ഷയാണ്. അപ്പോൾ ഇന്നലെ ഹർത്താലായത് കാരണം വണ്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് രാത്രിയിലേ പോകാൻ പറ്റിയില്ല. രാവിലെ അണ്ണാണിക്ക് എക്സാം ഹോളിലെത്തേണ്ടത് കൊണ്ട് കുഞ്ഞാലാണ് കൊണ്ടുപോയേക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ പോയി. അപ്പോൾ അവർ രണ്ടാളും കൂടെ പോയി എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന്. പിന്നെ അപ്പോൾ ഇന്നത്തെ പണി മൊത്തവും നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പണിയെടുക്കുമല്ലേ, അപ്പോൾ പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫും കൂടെ എടുക്കാമെന്ന്. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണുന്നത് ആരുമില്ല എങ്കിൽ എൻ്റെ ഒരു ദിവസത്തെ പണി എന്താണ് എന്നുള്ളതാണ്. എൻ്റെ കാവൽക്കാരിയെ കണ്ടോ? കാവൽക്കാരി ചിന്നു, കാവൽക്കാരി നമ്പർ 1, എൻ്റെ കാവൽക്കാരൻ, എൻ്റെ സിംഹക്കൂട്ടൻ പാത്തനെ. എടാ ഉമ്മിനിയാണ് ഇവിടെ പാത്തുവാണോ? അമ്മ ബിസ്ക്കറ്റ് തരാം കേട്ടോ. ദേ നമ്മുടെ രമണീയായ പ്രകൃതി. എന്താ എന്തോടി? എടാ കൊച്ചിനെ ചെറുക്കനെ പിടിച്ച് ഉരുട്ടാതെ മണ്ണില് നോക്കും. മണ്ണിൽ കിടന്നുള്ളു. നീ അടുത്ത പണി എനിക്കാ, നീ കുളിപ്പിക്കണ്ടേ? എന്ത് പാത്തു സുലഭ ചായ കൊണ്ടുവന്നോ? ആരാ വരുന്നേ നോക്ക്. എന്നോട് കുട്ടുമ്പോ ഇവിടെ കിടന്ന് കളി. അമ്മനെ കണ്ടിട്ട് സന്തോഷം നോക്കി. അവള് സുലുവമ്മയുടെ ആളാ. അമ്മയുടെ കുട്ടുമ്പോ കുട്ടു ഉണ്ടോ? സുലുവമ്മ എവിടെ പോയാലും അവിടെ ഉണ്ട്. പാത്തു ഒന്ന് മാറി പാത്തു. സുലുവമ്മയുടെ പുറകെ നോക്കി. അവളെ അമ്മയുടെ പുറകെന്ന് മാറൂല. തിരിച്ചേ ചക്കരപ്പൊന്നിനെ ഒന്ന് കാണട്ടെ. കണ്ണില്ല ചക്കരപ്പൊന്നിന്. ചക്കരപ്പൊന്ന് ഒരു 15-ാം തീയതി ആകുമ്പോൾ പോവും. സുലഭയുടെ പുറകെ ഓടി. ഇപ്പോഴാണ് ചായ കുടിക്കുന്നത്. ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാം. നോക്കി അവിടെ ഇരുന്നോണ്ട് ലവ് ബേർഡ്സിനെ വായി നോക്കുക. ആ മേളി ഇരിപ്പുണ്ട്. ഈ അറ്റത്തിരിക്കുമായിരുന്നു. എന്നെ കണ്ണോണ്ട് അങ്ങോട്ട് പറയും ഇറങ്ങടി, ഇറങ്ങി വരാൻ. കുറുക്കം നോക്കുന്നുണ്ട്. മക്കളിഞ്ഞ് വന്നേ. ആ ബാ. അങ്ങനെ അടിച്ചുവാരൽ പരിപാടി കഴിഞ്ഞു. ഇനി തീ കത്തിക്കണം. തീ കത്തിച്ച് നമുക്ക് പുളിയരി വേവിക്കണം, പട്ടിക്കുള്ള ചോറ് വേവിക്കണം. അത്രയും പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് കോഴിക്ക് തീറ്റ കൊടുക്കും. തീറ്റ കൊടുത്തിട്ട് പുല്ല് വെട്ടിക്കൊണ്ട് പോത്തിന് കൊടുക്കും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പട്ടിക്ക് ചോറ് വെക്കുന്നത്, പുളിയരി വേവിക്കുന്നത്. അതെല്ലാം ഇവിടെ. എന്താ അങ്ങനെ വരുവാ? മറ്റേ പ്രസവിച്ച പട്ടിയില്ല കുഴിയിൽ. ഏടാ ഉമ്മ, നിന്നോട് ചാരത്തിൽ വരില്ലെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. ഇറങ്ങിപ്പോയി. രണ്ടും പോയി. അടി വെള്ളം കൊണ്ട് അടിയ പിടിപ്പോടാ. വിളിച്ചോണ്ട് പോ. ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല രസമാട്ടോ. വലിയൊരു മലയുടെ ചെരുവിലാണ് നമ്മൾ താമസിക്കുന്നത്.
ഒരു താഴ്വര. നമ്മളിവിടെ ഇങ്ങനെ പുളിയേരിയൊക്കെ വേവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാഴ്ചയാണ് നമുക്ക് കാണാനുള്ളത്. നമുക്കപ്പോൾ കലം നമ്മൾ ആദ്യം ചോറ് വയ്ക്കും. ചോറ് വെച്ചിട്ട് ആ കഞ്ഞി വെള്ളത്തിൽ പുളിയേരി വയ്ക്കും. ഇത് രണ്ട് ശരിക്കും പറഞ്ഞാൽ വഴിയുമ്പോഴത്തേക്ക് മതി, ഒരു 5 മണി സമയത്തേക്ക് മതി. പക്ഷെ നമ്മൾ ഇപ്പോഴേ ചെയ്ത് വെച്ചില്ലെങ്കിൽ പുളിയേരി തണുക്കത്തില്ല. മാത്രമല്ല വെയിലായി കഴിഞ്ഞാലേ ചൂടത്ത് ഇവിടെ ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതോടെ വെയിലിന് മുന്നേ നമ്മളിത് ഇനി വെള്ളം നല്ലോണം തിളച്ച് അരി നല്ലോണം കഴുകി പലതവണ കഴുകി കേട്ടോ ഇടുന്നത്. അല്ലാണ്ട് പട്ടിക്കാന്നും പറഞ്ഞുകൊണ്ടൊന്നും കഴുകാതൊന്നുമില്ല. എല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കി തന്നെ എടുക്കുള്ളൂ. അപ്പോൾ നല്ല വെയിലുണ്ട്. നമുക്ക് നമ്മുടെ തണുത്തുള്ള എവിടെയെങ്കിലും ഒളിച്ചു വെച്ചിട്ട്, വെയിൽ കൊള്ളാണ്ട് ഒളിച്ചു വെച്ചിട്ട് നമുക്ക് പുല്ല് വെട്ടാം. പുല്ല് വെട്ടി വീട്ടിൽ കൊണ്ടുപോയിട്ട് അരിഞ്ഞു കൊടുക്കണം. പോത്തുങ്ങളെല്ലാം നമ്മളെ നോക്കി നിൽക്കുന്നു. അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട, മുന്നും പിന്നും നമ്മൾ അറിഞ്ഞാൽ പറഞ്ഞാൽ പുല്ല് വെട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് കാണാം. ചൂടായതുകൊണ്ട് ഫോൺ ചിലപ്പോൾ ഓഫായി പോകും. ഫോണും പുല്ലും എല്ലാം കൂടെ നടക്കുന്നില്ല. പറ്റുന്ന പോലൊക്കെ നമുക്ക് ചെയ്യാം. അമ്മ ഒരു 2 മിനിറ്റ് ഇടയ്ക്ക് വന്നായിരുന്നു കേട്ടോ വീഡിയോ എടുത്തു തരാൻ. വന്ന പാടെ അമ്മ ഓടി, ചൂട് കാരണം. അമ്മ പറഞ്ഞു പുല്ലും വേണ്ട ഒന്നും വേണ്ട, ആ വീട്ടിൽ വന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പുല്ല് വെട്ടിയിട്ട് കൊടുക്കണ്ടേ. ഞാനാണെങ്കിൽ ഒരു ചെറിയ ഞാവലിൻ്റെ ചുവട്ടിലിങ്ങനെ വെള്ളവും കുടിച്ച് ചൂട്. അപ്പോൾ ഞാനൊരു ക്ഷുദ്രജീവിയെ കണ്ടു. തണലും കൊണ്ട് ഇവിടെ ഇരിക്കുക. കണ്ട, തല കണ്ടിട്ട് ഏതോ ഒരു പാമ്പിനെ പോലെ ഉണ്ട്. കണ്ട, ഒരു പാമ്പിനെ പോലെ ഇല്ലേ? ഇതൊരു പാമ്പാണോ? എന്തോ പാമ്പിൻ്റെ അപ്പിയറൻസ് ഉള്ള ഒരു പുഴു. നോക്കുന്നു, എനിക്ക് പേടിയാവുന്നു. തണലത്ത് വെച്ചേക്കാം. റെസ്റ്റഡ്. അപ്പോൾ ബാക്കി പുല്ല് വെട്ടട്ടെ. ഫോണിപ്പോൾ ഓഫായി പോവും. ചൂട് ഭയങ്കര. പുല്ലെടുത്തിട്ട് പോവാം. പുല്ല് ഇനി കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറേശ്ശെ കൊണ്ടുപോകാനേ പറ്റത്തുള്ളൂ. വഴി ശരിയല്ല. മാത്രമല്ല അത്ര വെയിറ്റ് ഒരുമിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കുറേശ്ശെയായിട്ട് കൊണ്ടിട്ടിട്ട് ഇനി അരിഞ്ഞു കൊടുക്കണം. അപ്പോൾ പോട്ടെ. ഇത്രയും പുല്ല് വേണം നമ്മളിനി അരിയാൻ. അരിഞ്ഞു കൊടുത്തില്ലെങ്കിൽ തിന്നത്തില്ല. ഈ പുല്ലൊക്കെ വെട്ടി അരിഞ്ഞ് കൊടുത്തില്ലെങ്കിൽ സാധനങ്ങൾ തിന്നൂല. തണ്ടെല്ലാം വെറുതെ കളയും. തണ്ട് പിന്നെ കളഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പുല്ല് നമ്മൾ വെട്ടേണ്ടി വരും. അപ്പോൾ ഇല പിന്നെ വെട്ടിയില്ലെങ്കിലും അങ്ങ് തിന്നോളൂ. ഇല കളയൂല, പക്ഷെ തണ്ട്.
പുറകെ ഇരിക്കുന്നത് വളവാട്ടോ. അതായത് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇരിക്കുന്നുണ്ട്. അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തോ ഒരു ശാരീരിക ബുദ്ധിമുട്ട് പോലെ. ഒരു 2-3 ദിവസം മുന്നേ വരെ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് എന്തൊക്കെയോ ഒരു ശാരീരിക ബുദ്ധിമുട്ട് പോലെ എന്തൊക്കെയോ ഒരു മാറ്റം പോലെ തോന്നുന്നു. തോന്നലാവാം, കുറച്ച് കഴിയുമ്പോൾ ശരിയാവും. വെയിലൊക്കെ കൊണ്ടിട്ട് വന്നാൽ അതിൻ്റെ ആയിരിക്കും. പക്ഷെ എനിക്ക് രാവിലെ എണീക്കുമ്പോൾ ഒക്കെ എന്തോ ഒരു ബുദ്ധിമുട്ടോ എന്തൊക്കെയോ ഒരു ഫീൽ. അപ്പോൾ നമുക്ക് പുല്ലരിഞ്ഞിട്ട് കൊടുക്കാം. പലർക്കും തോന്നും ഇങ്ങനെ കിടന്ന വെയിലും കൊണ്ട് കഷ്ടപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ, ബി.എഡും കഴിഞ്ഞ് നടക്കുകയല്ലേ, ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ളതല്ലേ, വല്ല സ്കൂളിലും പഠിപ്പിക്കാൻ പോയാൽ പോരെയെന്ന്. പക്ഷേ അത് സുഖമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ കാറ്റൊക്കെ കൊണ്ടിരിക്കാവുന്ന ജോലിയാണ്. ബുദ്ധിമുട്ടില്ല എന്നല്ല, നല്ലോണം ബുദ്ധിമുട്ടാണെങ്കിൽ പോലും എനിക്കിതാ ഇഷ്ടം. ഇവിടെ ഞാൻ തന്നെ മുതലാളി, ഞാൻ തന്നെ തൊഴിലാളി, ഞാൻ തന്നെ എല്ലാം തീരുമാനിക്കുന്നു. എനിക്കെന്തും ചെയ്യാം. എനിക്കെന്നോട് പണി എടുക്കണമെങ്കിൽ എടുക്കാം, എനിക്കെന്നോട് പണി എടുപ്പിക്കേണ്ട. ആരുടെ ഓഫീസിൻ്റെ മുന്നിലും പോയി കാത്തു കെട്ടിയിരിക്കാൻ വേണ്ട, മറ്റൊരാളുടെ അഭിപ്രായത്തിൽ പണിയെടുക്കാൻ വേണ്ട. എത്ര നാൾ പോകുന്നു, ആരോഗ്യമുള്ളിടത്തോളം കാലം ഇങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നോക്കാം എപ്പോഴേലും എന്തെങ്കിലും. നിലവിൽ എനിക്ക് ഇതിനോട് തന്നെയാണ് സന്തോഷം, ഞാൻ ഹാപ്പിയാണ്. പക്ഷേ എന്തോ ഒരു ചെറിയൊരു ശാരീരിക ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. ചൂടിൻ്റെ ആവും അറിയത്തില്ല, നോക്കാം. മഴക്കോളുണ്ട് കേട്ടോ. എൻ്റെ കോലമൊക്കെ മറിയും. അപ്പോൾ നല്ല മഴക്കോളുണ്ട്. ഇന്ന് മഴ പെയ്യുമായിരിക്കും. മഴ പെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പോത്തിന് ഇനി മഴയെ തിറക്കും. ഞാനും എൻ്റെ പോത്തും ഇന്ന് മഴ നനയും. ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെയൊക്കെയോ ഉണ്ട്. വീട്ടിലാണ് ഞാൻ പുല്ലുവെട്ടാൻ പോയതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ അവൻ അപ്പം പ്രശ്നം ഉണ്ടാക്കുക. ഈ പുല്ലുവെട്ടലും കാര്യമൊക്കെ ഞാനും കുഞ്ഞാവെ എന്നും ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുഞ്ഞാവെ ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഒറ്റയ്ക്കായി പോയത്. ഇല്ലെങ്കിൽ പരമാവധി അവൻ എന്നെ വെയിൽ കൊള്ളിക്കാൻ വിടത്തില്ല, അവൻ സമ്മതിക്കത്തില്ല. പിന്നെ എന്നാലും ഞാൻ കൂടെ പോകും അവനെ ഒറ്റയ്ക്ക് വിടാതിരിക്കാൻ. അങ്ങനെ ആണ്. അവരുമായിട്ട് വരും. കുറേ നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല, തിരക്കിലായിപ്പോയി. അവിടെ കുറച്ച് വൃത്തിയാക്കലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വെയിലത്തെ ഫോണും കൊണ്ട് വെയിലുള്ളിടത്ത് നിന്ന് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇനി അത്രയും ഭാഗമൊന്നും ഇല്ല കേട്ടോ. ഈ വെള്ളം കൊണ്ട് വന്നത് ഏത് കുട്ടനായത്? കുപ്പിയിലില്ലായിരുന്നോ വെള്ളം? ഇതാരാ എടുത്തു തന്നെ? അപ്പഴേ നിന്നതിന് അടി മേടിച്ചെന്നു പറഞ്ഞ് പറ. എന്നതിന് അടി കിട്ടിയില്ലേ? എന്താ എൻ്റെ നിന്നൊരു അടി കിട്ടി, അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കക്ഷിക്ക്. എന്തിനാന്ന് പറ. ആ ഞാൻ അങ്ങനെ അവനെ ഞാൻ അടിക്കാറില്ല. പക്ഷെ ഇന്നൊരെണ്ണം എൻ്റെ നിന്ന് കിട്ടി ചെറുതായിട്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഇറങ്ങി ഒരൊറ്റ ഓട്ടം വീട്ടിൽ നിന്ന് അച്ചാച്ചി താഴെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഗേറ്റും തുടങ്ങി ഒരു പോക്ക്. ഞാൻ വിളിച്ചിട്ടെങ്ങാണ്ട് നിൽക്കുമോ ഇവൻ. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ റോഡിൽ കൂടെ വണ്ടി വരുന്നതല്ലേ, റോഡിൽ ചെന്നിട്ട് കറങ്ങി വേണം അച്ചാച്ചിയുടെ അടുത്ത് ഉണ്ടെങ്കിൽ തന്നെ അവിടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഈ വിളി കേൾക്കാണ്ട് തിരിഞ്ഞു നോക്കാണ്ട് ഓടുന്നതിന് അപ്പോൾ ഒരു കൊട്ട് കൊടുത്തു. എന്നിട്ടെന്താ പറഞ്ഞേ? കണ്ട പട്ടിയെയും പാമ്പിനെയും ഒക്കെ തല്ലുന്ന പോലെ എന്നെ തല്ലുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് വിഷമം പറഞ്ഞ് കരയുവാ. കണ്ട പട്ടിയെയും പാമ്പിനെയും ഒക്കെ തല്ലി ചതയ്ക്കുന്ന പോലെ അപ്പം എന്നെ തല്ലുന്നത്. സുലോമ്മയുടെ മോളല്ലേ, സുലോമ്മയുടെ അതേ സ്വഭാവമാണ് കിട്ടിയേക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ അച്ചാച്ചി കുറേ കഴിഞ്ഞൊരു പേരിട്ട്. അപ്പോൾ പറയാം അച്ചാച്ചി വല്ല ആറ്റിലും പോയി കിടന്നു, അച്ചാച്ചി ഇനി ഇങ്ങോട്ട് വരണ്ട, അവിടെ എങ്ങനെ നിന്നു, എനിക്ക് ആരെയും കാണണ്ട എന്നൊക്കെ പറഞ്ഞ് പിണങ്ങി. ഇന്ന് ഇടതും വലതും എല്ലാം ഇന്ന് കിട്ടുന്നുണ്ട്. അച്ചാച്ചിനെ വഴക്ക് പറയത്തേ ഉള്ളൂ, ഞാനും വഴക്ക് പറയലേ ഉള്ളൂ. പക്ഷേ ഇനി ഞാൻ പേടിച്ചു പോയി. വടി കൊണ്ടു തന്നത് മോനാട്ടോ, നല്ല മോനല്ലേ. എന്നിട്ട് എന്നെ സഹായിക്കാൻ വന്നു. പക്ഷെ ഞങ്ങൾ സീതത്തോട് പോകും അല്ലേ. ഇച്ചിരി പണിയും കൂടെ കഴിയുമ്പോൾ നമ്മൾ സീതത്തോട് പോകും. പിന്നെ നമ്മൾ വെയിലത്തുള്ള സാധനം ഒന്ന് കൊണ്ടുവരുന്നേ. ഇച്ചിരി കഴിയുമ്പോൾ ഞങ്ങൾ ഇച്ചിരി കഴിയുമ്പോൾ ഞങ്ങൾ സീതത്തോട് പോവും. കുഞ്ഞിനെന്തോ വേണ്ടേ? പൈസയോ? കുറവാ, എന്നാലും കുഴപ്പമില്ല, പറഞ്ഞു. മോനെ എൻ്റെ അവസ്ഥയൊക്കെ അറിയാം. മതിയോ? അത് അത്രയ്ക്ക് വില ഇല്ലേ? ആ എന്നാൽ ശരി. ഒരെണ്ണത്തിന് 50 രൂപയുള്ളൂ, അതുകൊണ്ട് വലിയ വിലയില്ലെന്നാവും പറയുന്നത്. മതിയോ? എന്താ ഒന്നാക്കി കുറച്ച് കളഞ്ഞത്? വേറെന്തോ വേണം? മതിയോ? എൻ്റെ പൈസ ഇല്ലെന്ന് എൻ്റെ കുഞ്ഞിനെല്ലാം വ്യക്തമായിട്ട് അറിയാം. എന്നോട് മാത്രം ആദ്യം ചോദിക്കും പൈസ ഉണ്ടോ അപ്പം. നല്ല മോനെ. ഇനി ഇതുപോലെ ഇറങ്ങി ഓടുവോ? വിളിച്ചാൽ നിൽക്കുവോ? ആ
അവിടെ പ്ലേറ്റ് ചോറൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവിടുന്ന് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ നിവർത്തി. ഏതില്ലത്തെയാ കുട്ടി നീ? എന്നാ ബാ. ഉള്ളതൊക്കെ തപ്പിപ്പിടിച്ച് തിന്നെ. വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അടുത്ത് വരുമ്പോൾ നീ മുറുമുറുക്കുന്നോണ്ടല്ലേ ഞാൻ വേലിക്ക് ഇപ്പുറത്തേക്കുന്നത്. ഇപ്പം മതിലുകൾ സിനിമ പോലെയായി. എൻ്റെ നാരായണി, ഇന്നലെ രാത്രി കുഞ്ഞാവ ചോറ് കൊണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, വെള്ളവും. ഇനി വൈകിട്ട് ചോറെടുക്കുമ്പോൾ തരാം. ആ, നിൻ്റെ ഗുഹയിലോട്ട് കയറി. ഒന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, ഞാനിവിടെ വേലിയെ കെട്ടിപ്പിടിച്ചിരിക്കുക. അതവിടെ ഉണ്ട്. അയ്യോ അയ്യോ അയ്യോ, നോക്കിയാറോ വേലിയും പൊളിച്ച്. വേലിക്ക് അക്കരെ ഇക്കരെ നിന്നാണ് വർത്താനം. അമ്മേ, കായ് വെച്ചെന്നാ കൈയെടുത്തു. സക്കപ്പഴം കിടുന്തി കിടു എപ്പം തൊട്ടൊരുങ്ങോ നിൻ്റെ കൂടെ വരാൻ അക്കരയ്ക്ക്? എന്നാൽ ഞാൻ പോകുന്നില്ല, എനിക്ക് വയ്യ, ഇനിയും പണിയുണ്ട്. അവിടെ ഒരുങ്ങി കുളി കഴിഞ്ഞ്. ഞാൻ തൂത്തിട്ടിടത്താണോ ഈ ചകണി വാരിയിടുന്നത്? അടിപൊളി ചക്കപ്പഴം. ചക്കപ്പഴം കിടന്നെങ്കിൽ കൈ കഴിച്ചു. അല്ല ഇനി ഒരു മുറി എടുത്തേ നോക്കട്ടെ. ബാഗിനകത്തൊന്നും വരുന്നില്ല. ഏതെങ്കിലും മറത്തമാലി പേഴ്സല്ല. വേണ്ട വേണ്ട, ചെരുപ്പിട്ടില്ല ചെരുപ്പിട്ടില്ല. അപ്പം നമുക്ക് മഴ തുടങ്ങിയിട്ടുണ്ട്. നല്ല സുഖം തന്നെയാണ്. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ്, ഈ പട്ടി അങ്ങ് ഒഴിവാക്കിക്കൂടെ? പട്ടി ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ അത്രയും പണി കുറഞ്ഞില്ലേ എന്ന്. അതായത് അവസാന കാലം വരെ, എണീറ്റ് നടക്കാൻ പറ്റുന്ന കാലം വരെ. എന്താ ഇവിടെ എണീറ്റ് നടക്കാൻ പറ്റുന്ന കാലം വരെ എന്ത് പണിയെടുത്തിട്ടായാലും ഇത്രയും പട്ടികളെ ഞാൻ നോക്കും. ഞാൻ ഇല്ല, എൻ്റെ കുഞ്ഞാവ് നോക്കും, എനിക്ക് ഉറപ്പുണ്ട്. കാരണം മോനെ വരുവാ, പിന്നെ ഞങ്ങൾ പണിയെടുത്ത് നോക്കും. കാരണം നമ്മൾ ഈ കൂട്ടത്തിലുള്ള 1-2 പട്ടികളെ നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. പിന്നെ ചിന്നുവിനെ പണ്ട് തൊട്ടേ വളർത്തുന്ന. ബാക്കി ഒട്ടുമിക്ക നമ്മളെ പട്ടികളിനെ നമ്മൾ വഴിയിൽ നിന്ന് എടുത്തിട്ട് വന്നതാ. അങ്ങനെ വഴിയിൽ ഉപേക്ഷിക്കാം, വീണ്ടും മക്കളെ വേണ്ടായിരിക്കും കുറച്ചു നേരം. അങ്ങനെ നമുക്ക് വീണ്ടും വഴിയിൽ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നത്. അതുകൊണ്ട് ഈ പട്ടിക്കൂട് കഴുകലും ഒന്നും നമുക്ക് ഒരു ലാഭമുള്ള പരിപാടിയല്ല സാമ്പത്തികമായിട്ട് നോക്കുന്നെങ്കിലും മനസ്സിനുണ്ടാകുന്ന ഒരു സമ്പാദ്യം ഉണ്ടല്ലോ, മനസ്സിൻ്റെ ഒരു സന്തോഷം, അത് ഏതൊരു സമ്പത്തിനെക്കാട്ടി വലുതാണ്. നല്ല പണി തന്നെ ഈ പട്ടിക്ക് ഭക്ഷണം വയ്ക്കൽ, വൃത്തിയാക്കൽ, കൂട് കഴുകൽ എല്ലാം. പക്ഷെ അതൊരു സന്തോഷമാണ്. അത് അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. അതുകൊണ്ട് പട്ടി ഒഴിവാക്കുന്ന കാര്യം മാത്രം എന്ത് നിസ്സാരമായിട്ട് പറഞ്ഞു പട്ടിയെ ഒഴിവാക്കാൻ. ഇത്രയും പട്ടികളെ കൊണ്ട് എവിടെ ഒഴിവാക്കണമെന്നോ? റോഡിൽ കൊണ്ട് അഴിച്ചു വിടണോ? അതുകൊണ്ട് പറ്റൂല. നമ്മുടെ കൂടെ നിന്നോട്ടെ, നമ്മളുണ്ടല്ലോ, നമ്മൾ നോക്കിക്കോളൂ. ആണോ? ഓഫ് ചെയ്തിട്ട് കുത്ത്. ഇവിടെ ഉണ്ട് കേട്ടാ. നമ്മൾ ഈ കൂടെല്ലാം വെള്ളം ഒഴിച്ച് അടിച്ച് കഴുകി, ഇവർ ഫുഡ് കഴിക്കുന്ന പാത്രം, വെള്ളം കുടിക്കുന്ന പാത്രം എല്ലാം ഇപ്പൊ തേച്ച് കഴുകി വൃത്തിയാക്കും. കുത്തിയോ? പൈപ്പ് അടച്ചിട്ട് കുത്തറാ.
ഓക്കെ, ഇനി പൈപ്പ് തുറക്ക്. പൈപ്പ് തുറക്ക്. അപ്പൊ ഇനി നമുക്ക് അടുത്ത കൂട്ടിലോട്ട് പോവാവേ. ഇവിടെയാ ആ അടുത്ത കൂട്ടിലേക്ക്. ഓരോ കൂട്ടിലേക്ക് കഴുകണ്ടേ? ഇതിലൊന്ന് കാണട്ടെ, നോക്കട്ടെ. ആ കൊള്ളാം, നന്നായിട്ടുണ്ട്. അങ്ങനെ ഇവിടുത്തെ 2 പട്ടിക്കൂട് കഴിഞ്ഞു. എൻ്റെ പുറകിൽ എൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ട്. സോപ്പിട്ട് പതപ്പിക്കല പരിപാടി. അപ്പോൾ നമ്മുടെ കുറേ പട്ടികൾ ഇങ്ങനെ അഴിഞ്ഞ് നടപ്പുണ്ട്. അവർ കൂട്ടിലല്ല. ഈ പുറത്ത് വിട്ടാൽ കടിക്കുന്നവരും പിന്നെ സംരക്ഷണം വേണ്ടവരും മാത്രമേ കൂട്ടിലുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ പാറി പറന്ന് നടപ്പുണ്ട്. നമ്മുടെ ഷെഡുകളിലൊക്കെ കയറി കിടന്ന് ഉറങ്ങുക. ഫുഡ് നമ്മൾ പുറത്തെവിടെയെങ്കിലും വെച്ചാൽ എടുത്ത് കഴിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 കൂട്, ഇനി താഴെ ഒരു കൂട്, മുറ്റത്തൊരു കൂട്. അത്രയും കൂടുകളാണ് ഉള്ളത്. പിന്നെ കോഴിക്കൂട്, പിന്നെ കോഴിക്കോട്. പിന്നെ പട്ടിക്കൂട്, ഇവിടെ പോണ ആനക്കൂട്, പിന്നെ തേങ്ങാക്കൂട്, പിന്നെ തേങ്ങാവെള്ളം, തേങ്ങാക്കൂട്, പിന്നെ തേങ്ങ പാകിസ്ഥാൻ ഇപ്പൊ എവിടെ നിന്നാ? തേങ്ങ പാകിസ്ഥാനിൽ നിന്നാണോ വരുന്നത്? ഇവനോട് ഞാൻ എന്താ പറയണ്ടേ? അവിടെ പോ, അവിടെ. പനി പിടിക്കുവോ? മരം പോയല്ലോ, കരിഞ്ഞല്ലോ. ആണോ? ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ വേണ്ട, ഇപ്പൊ കൈയൊക്കെ അഴുക്കല്ലേ? അപ്പൊ ഉണ്ടോ? നോക്കട്ടെ. ഉണ്ട് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ചോദിക്കേ. അപ്പേ ഓ, കൂട് കയറിക്കോ. ആ കൂട് കഴിവാണല്ലോ. പട്ടിയൊക്കെ കാണുന്നുണ്ടോ വീഡിയോയില്? പട്ടിയും ഉണ്ട്, അപ്പയും ഉണ്ട്. ഉണ്ടോ? രണ്ടും ഉണ്ട്. അങ്ങോട്ട് അങ്ങോട്ട് ഞാൻ ഇറങ്ങണ്ട. ഇങ്ങോട്ട്. വേണ്ട, ഇനി അപ്പയ്ക്ക് പണിയുണ്ട് മോനെ. ഒത്തിരി നനഞ്ഞാൽ ശരിയാകത്തില്ല. മക്കൾ പോയി സുലമ്മയോട് പറഞ്ഞ് തല തോർത്തിക്കേ. എടാ പൈപ്പ് ഓഫ് ചെയ്യടാ. അതിനിടയ്ക്ക് കൊക്കൊക്കെ പറിക്കാൻ പോയോ? ഇവൻ ഉടായ്പ പണിയാണല്ലോ. നമ്മുടെ കയ്യിൽ പവറുള്ള മെഷീനുണ്ട് വെള്ളം അടിച്ചിട്ട് കഴുകുന്നത്. പിന്നെ അതിന് കറണ്ട് വേണമല്ലോ. ഡെയിലി കഴുകുവാണെങ്കിൽ നമുക്ക് മെഷീൻ്റെ ആവശ്യം വരുന്നില്ല. ഈ ഓസിൻ്റെ ആവശ്യമുള്ളൂ. ഓ, അപ്പോൾ ദിവസവും കൂട് കഴുകുന്നതുകൊണ്ട് നമുക്ക് ഈ പൈപ്പിൻ്റെ ആവശ്യമുള്ളൂ. ഇടയ്ക്ക് കൂട് കഴുകാണ്ട് ഒരാഴ്ചയിലൊക്കെ ഒരിക്കൽ കഴുകുമ്പോൾ മെഷീൻ ഇല്ലാണ്ട് പറ്റൂല. എന്തോ പെരുത്തത് പറിച്ചു തരാം. പക്ഷെ വീട്ടിൽ പോയാൽ പൊട്ടിക്കാവൂ. ഉറപ്പല്ലേ? എന്റെ കാല് ഉള്ളു വരണം, ഇല്ലെങ്കിൽ ചെടിയോ. ആ കാല് കഴുകണം, അല്ലേ ചെളിയാവും. എന്നോടാരാ എൻ്റെ പറയാൻ മഴയത്തിറങ്ങാൻ പറഞ്ഞേ? ഞാനെന്നാ കൊണ്ടുപോകും. ഞാൻ പൊട്ടിക്കല്ലേ, കൈയൊക്കെ അഴുക്ക. കുളിയണം, കുളിച്ചിട്ട് മതി. പോട്ടെ. ആ അപ്പോൾ നമ്മൾ
പട്ടിക്ക് ചോറും കൊടുത്തു, പോത്തിൻ്റെ പുളിയേരിയൊക്കെ വേവിച്ച് കൊടുത്തു, വേവിച്ചത് കൊടുത്തു. 2ാം ട്രിപ്പ് പോത്തിന് പുല്ലരിഞ്ഞു കൊടുത്തു. 2 പോത്ത് വഴിയിലുണ്ടായിരുന്നു, അവരെയും കൂടെ കൊണ്ടുവന്നു. എല്ലാവരും ഇപ്പം ഷെഡിൻ്റെ അകത്ത് തന്നെയായി. മുട്ടയും പെറുക്കി. അത്രയും പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം നല്ലോണം ഒന്ന് മഴയൊന്ന് പിന്നെയും ചാറുകയും ചെയ്തു. പിന്നെ വീഡിയോയും കൂടെ എടുത്തായിരുന്നു ഒത്തിരി ലേറ്റായി പോയതിന്. പിന്നെ നമ്മുടെ മതിലിനപ്പുറത്തുള്ളതിന് ആദ്യം ബിസ്ക്കറ്റല്ലേ കൊടുത്തത്, പിന്നെ അതിന് ചോറും കൂടെ കൊണ്ടുവച്ച് കൊടുത്തു. പക്ഷേ കുഴിയിൽ വെള്ളം കയറിയിട്ടാന്ന് തോന്നുന്നു പട്ടിക്കുഞ്ഞിനെ കടിച്ചെടുത്തുകൊണ്ട് മാറ്റി വേറൊരു കുഴിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒന്നും പുറകെ പോകാൻ പറ്റാത്തതുകൊണ്ട് അതിനെ കാണിച്ചുകൊണ്ട് ഏകദേശം അടുത്ത് വരെ കൊണ്ട് ചോറ് വെച്ചു. അപ്പോൾ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞു. ഇനി കുളിക്കുക, കഴിക്കുക. പിന്നെ കുളി കഴിഞ്ഞിട്ട് കുഞ്ഞാക്കിപ്പോൾ വരുവാണെന്നുണ്ടെങ്കിൽ വണ്ടിയില്ല, അല്ലെങ്കിൽ ഞാനങ്ങ് പോയേനെ. ഇന്നത്തെ മുട്ട കൊണ്ട് കടയിൽ കൊടുക്കണം. അപ്പോൾ നമ്മുടെ കോഴികളൊക്കെ ഇപ്പോൾ മുട്ടയിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഷെഡ് അടച്ചില്ലേ ഞാൻ. അപ്പോൾ ഞാൻ മുട്ടകൾ കൊണ്ടുപോയിട്ട് എന്നെ മുട്ട കൊണ്ട് ഞാൻ വഴിക്ക് വെച്ചേക്കാം, അങ്ങോട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. കാവൽ കിടക്കുന്നവരൊക്കെ ഉണ്ടോ? ആരാ മുട്ടയ്ക്ക് കാവലെന്ന് നോക്കിയേ. ആരാ ചിരിച്ചോണ്ട് കിടക്കുന്നേ? അവയുടെ ഉമ്മിണിയാണോ? അവിടെ ഉമ്മനാണോ? പാത്തുവാണേ ഇതൊന്നും കാണാനേ ശക്തിയില്ലാന്നും പറഞ്ഞ് മാറിക്കിടക്കുക. നോക്കണേ മുട്ട, ഇതൊക്കെ കുളിക്കണ്ടേ? ആര്? ആ പോട്ടെ, ക്ഷമിച്ചേക്കാം. നിങ്ങൾക്കാണല്ലായിട്ട്, അപ്പൊ എനിക്കല്ലേ? അപ്പൊ മുട്ടയും കൂടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പണി കഴിഞ്ഞു. നമ്മുടെ മോള് മുട്ട എടുത്തില്ലല്ലോ, മിടിക്കുകയാണല്ലോ. ഇടുവേ. കൊരണ്ടി കൊണ്ടാകത്ത് വെച്ചത് ഇത് പണിയൊക്കെ ചെയ്യേ. ആ പോട്ടെ. ഹലോ ഹലോ ഇന്നത്തെ വീഡിയോ ഇവിടെ ഉണ്ട്. ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം കിട്ടി. അപ്പം കിട്ടിയോ? റെക്കോർഡ് ഓണോ? അപ്പം കിട്ടി. നീണ്ടോ നോക്കട്ടെ. റെക്കോർഡാണ് ആണോ? ഇത് ഓണാ. എന്നാ ശരി. എന്നാ അപ്പോഴോട് ചോദിക്കില്ല എന്തോ ഉണ്ടെന്ന്. എന്താ എന്തെങ്കിലുമൊക്കെ ചോദിക്കേ. ഇരുന്ന് ചായ കുടിക്കാം കേട്ടോ. നിന്ന് ചായ കുടിക്കാൻ മടിയാ. ഇരുന്ന് ചായ കുടിക്കാൻ. പാത്തു, ഇത് പാത്തുവിൻ്റെ വാല്. ഈടാ നിന്റെ മുഖത്ത് എങ്ങനെ ഇത്രയും കരി വന്നേ കുഞ്ഞേ? അതങ്ങനെ. നീ തന്നെയാണോ കുളിച്ചേ? തന്നെയാണോ കുളിച്ചേ? കുടിച്ചില്ലല്ലോ. കുറച്ച് മുന്നേ തന്നെയാണോ കുളിച്ചേ? പിന്നെ കുളിച്ചില്ലെന്ന് പറഞ്ഞേ? കുറച്ച് മുന്നല്ലേ, ഇപ്പൊ ഞാൻ കുളിച്ചില്ല. 3-4 തവണ കുളിച്ചത്. എപ്പോൾ മഴ പെയ്താലും മുറ്റത്തോട്ട് ചാടും. പിന്നെ എങ്ങനെയാ? അപ്പോൾ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ചായ കുടിച്ചുകൊണ്ട് നീ ചായ ഒക്കെ എടുത്തുണ്ടോ? അപ്പോൾ ടാറ്റാ.